ഓക്കെ, അപ്പോൾ ഞാൻ റെഡിയായി. ഇനി റെഡിയായി നിന്നിട്ടാണ് നമ്മൾ കക്കയിറച്ചി വെക്കാൻ പോകുന്നത്. കക്കയിറച്ചി വെച്ചോണ്ട് നിൽക്കുമ്പോൾ നമുക്ക് സമയമായിട്ട് നമുക്ക് ഇറങ്ങി പോകാമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് കക്കയിറച്ചി ഉണ്ടാക്കാൻ പോകാം. തന്നെ ഇത് ഓൾറെഡി വേവിച്ച് വെച്ചേക്കുന്നതല്ല കേട്ടോ, നമ്മൾ റോ ആയിട്ടുള്ളതാണ്. ജസ്റ്റ് ചൂടുവെള്ളത്തിനകത്തിട്ട് കുറച്ച് നേരം വെച്ചിരുന്നത് ക്ലീൻ ചെയ്തെടുത്തത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ യൂസ് ചെയ്തത് സവോള മാത്രമേ ഉള്ളൂ, 4 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ കക്കയിറച്ചി സവോള ഒരു 4 എണ്ണം അരിഞ്ഞത്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത്. പച്ചമുളകൊന്നും ഇല്ല, നമ്മൾ ഓൾറെഡി ഈ മുളക് പൊടിയും മഞ്ഞപ്പൊടി മല്ലിപ്പൊടി പിന്നെ കുരുമുളകൊക്കെ ചേർക്കുന്നുണ്ട്, പച്ചമുളക് ചേർത്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മൾ കക്കയിറച്ചി വെക്കുന്ന ചട്ടി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനി കുക്ക് ചെയ്യാം. ഞാൻ ആദ്യമായിട്ടാണ് കക്കയിറച്ചി വെക്കുന്നത്. ഞാൻ റെസിപ്പിയൊക്കെ നോക്കി, ക്ഷമയുടെ റെസിപ്പിയും ചോദിച്ചു. എന്നിട്ട് തന്നെ വെക്കുന്നത് കൊണ്ടൊരു ഫ്ലോപ്പ് ആകുമെന്നുള്ളത് ഉണ്ട്, കാരണം എല്ലാം അങ്ങനെ ഫ്ലോപ്പ് ആകുന്നതുകൊണ്ട്. എന്നാലും നമ്മൾ ട്രൈ ചെയ്യും, അതാണല്ലോ നമ്മുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റ്. അപ്പം എണ്ണ ചൂടാക്കി കടുക് വറുത്തു, കടുക് പൊട്ടിച്ചു, ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ ഇലയും മറ്റേ ഇല കറിവേപ്പില അതും ഇട്ടു. അതൊന്ന് മൂപ്പിക്കുവാണേ. അത് നല്ലോണം മൂത്ത് വന്നിട്ട് വേണം നമ്മൾ സവോള അരിഞ്ഞിടാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് അത് നല്ലോണം മൂത്ത് വന്നപ്പോഴത്തേനും ഞാൻ സവോള ഇട്ട് കൊടുത്തു. ഇനി ഇത് നല്ലോണം വഴറ്റണം കേട്ടോ. ആരെങ്കിലും ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം കേട്ടോ, എങ്ങനെയുണ്ട് ഈ റെസിപ്പി, നല്ലതാണോ എന്നൊക്കെ പറയണേ. അപ്പോഴേ നമുക്കൊരു പ്രചോദനമാവുള്ളൂ. ഇനി ഞാൻ സാധാരണ സവോള വഴറ്റുമ്പോൾ ഉപ്പിടാറുണ്ട്. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു തന്നത് സവോള വഴറ്റുന്ന സമയത്ത് ഉപ്പിട്ടാൽ വേഗം അത് വഴഞ്ഞ് കിട്ടും എന്ന് ആണ് എൻ്റെ ഗുരു പറഞ്ഞു തന്നേക്കുന്നത്. അപ്പോൾ സാധാരണ എന്ത് കറി വെച്ചാലും സവോള ഇടുമ്പോഴേ ഉപ്പിടാറുണ്ട്. ഞാൻ യൂട്യൂബിലെ വീഡിയോസിലും അങ്ങനെ തന്നെ കാണാറുണ്ട് കേട്ടോ. എല്ലാവരും ഒക്കെ പരീക്ഷിക്കുന്ന രീതി തന്നെ ആയിരിക്കും അത്. ഞാൻ ഉപ്പിട്ട് കുറച്ച് നേരം വഴച്ചു വേണേ. ഇതിന് നല്ലോണം വഴണ്ടി നല്ല ചുവന്ന കളറില്ലേ, നമ്മുടെ സവോള നല്ലോണം വഴണ്ടി കിട്ടുന്ന കളർ ആകണം, അത്രയും അങ്ങോട്ടാവട്ടെ. അത് വരെ വഴറ്റിക്കൊണ്ടിരിക്കണം. ഇത് നല്ലോണം റെഡിയായി കിട്ടുമ്പോഴത്തേനും ആ ചുമന്ന കളറിലായി കിട്ടുമ്പോഴത്തേക്കും വേണം നമ്മൾ പൊടികൾ ചേർക്കാൻ വേണ്ടി. എനിക്കിത് ചെയ്ത് നോക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെ ഉള്ളൂ. പിന്നെ പൊടികളുടെ അളവ് കുറച്ച് ഇറങ്ങി നിൽക്കും. പിന്നെ കുരുമുളകും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുള്ളതാണ് എനിക്കൊരു വ്യത്യാസമായിട്ട് തോന്നി. ബാക്കി ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ, കാരണം ഉണ്ടാക്കിയ രീതി വെച്ചിട്ട്. അപ്പം ഏതാണ്ടൊക്കെ നമ്മുടെ സവോള ചുമന്ന് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് തൃപ്തിയായില്ല, ഞാൻ ഓർത്ത് കുറച്ചും കൂടി ചുമക്കട്ടെ എന്ന്. ഈ കുറച്ച് നേരം കൂടി നമുക്ക് വഴറ്റാം. വഴറ്റി അത് നല്ല സോഫ്റ്റായി നല്ല റെഡ് കളറായി കിട്ടട്ടെ, അതുവരെ നമുക്ക് വഴറ്റാം. ഇപ്പോൾ നമുക്ക് പെർഫെക്റ്റ് കളറായിട്ടുണ്ട്, നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളും മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് അത് നല്ലോണം അതിനെ മൂപ്പിക്കണം. നല്ല മൂപ്പിച്ച് നല്ല പച്ചമണമൊക്കെ മാറി നല്ല കളറൊക്കെ ഒന്ന് നല്ല റെഡിഷ് ആയിട്ട് വരുന്നവരെ വീണ്ടും നമ്മൾ സെയിം വഴറ്റൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പം ഞാൻ കുറേ നേരം വഴറ്റി. കുരുമുളക് പൊടി ഞാൻ പിന്നെ കുറച്ച് നേരം വഴറ്റി, 5 മിനിറ്റോളം വഴറ്റി കഴിഞ്ഞിട്ടാണ് കുരുമുളക് പൊടി ഇട്ടത്. നമ്മൾ ആദ്യമേ മുളക് പൊടിയൊക്കെ ചേർക്കുന്ന കൂട്ടത്തിൽ തന്നെ കുരുമുളക് പൊടി ഇട്ടെന്ന് പറഞ്ഞ് യാതൊരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ്, വേറെ ഒന്നുമില്ല, ഞാൻ മറന്നു പോയതാണ്. കുരുമുളക് പിന്നെയാണ് ഇട്ടത്, അതുകൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് ആ മസാലയുടെ അവസ്ഥ. ഇത്രയും മൂത്ത് കളറായി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി വേണം നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കക്കയിറച്ചി ആഡ് ചെയ്യാൻ. അപ്പോൾ ഇത് ഞാൻ വേവിച്ചല്ല, റോ ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ്. ഇത് നമുക്ക് അതിൻ്റെ കൂടെ ഇട്ടിട്ട് അതും ഈ മസാലയായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ തന്നെയല്ലേ മിക്കപ്പോഴും നമ്മൾ നോർമൽ ചിക്കൻ കറി വെക്കുന്നത് ഇങ്ങനെയാണല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല. ഇനി നമുക്കത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇന്നൊരു കാര്യം ഞാൻ ചെയ്തെന്താണെന്ന് വെച്ചാൽ, ഇത് ചെയ്യുന്ന ഇത്രയും ഞാൻ ചെയ്ത അത്രയും നേരവും ഞാൻ തീ ലോ ഫ്ലെയിമിലാണ് വെച്ചത്. കാരണം ഇനി ഒന്നാമത് അറിഞ്ഞുകൂടാതെയാണ് ചെയ്യുന്നത്, അപ്പോൾ അത് കരിഞ്ഞു പോയിട്ട് ഫ്ലോപ്പ് ആവരുത്. അത് കാരണം ഞാൻ തീ ലോ ഫ്ലെയിമിലാണ് വെച്ചത്. അങ്ങനെ വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ നല്ലോണം മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ട് വെക്കുന്നതെന്ന് പറയാൻ കാരണം, ഈ സാധനം എൻ്റെ വീട്ടിൽ വാങ്ങത്തില്ല. ഒന്നാമത്തെ കാര്യം ആരും കഴിക്കത്തില്ല, രണ്ടാമത്തെ കാര്യം ആ ഏരിയയിലേ ഈ സാധനം കിട്ടത്തില്ല. പിന്നെ ഇതിൻ്റെ കുറച്ചും കൂടി വലുതുണ്ടല്ലോ കല്ലുമ്മക്കായ, അത് ഞങ്ങളുടെ മാമൻ്റെ വീട്ടിൽ പോകുമ്പോഴത്തേനും അവിടെ ഈ മറ്റേ വിഴിഞ്ഞം ഏരിയ ആയതുകൊണ്ട് അവിടെ അത് ധാരാളം കിട്ടുന്നുണ്ട്. അവിടെ പോകുമ്പോഴാണ് ഈ സാധനം കഴിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് റെയർ ആയിട്ട് കിട്ടുന്നത് കാരണം ഇത് കഴിക്കാനും ഭയങ്കര കൊതിയാണ്. പക്ഷേ നമ്മൾ കുറേ പറഞ്ഞിട്ടുണ്ട് ഒന്ന് വാങ്ങുക, വഴി സൈഡിലൊക്കെ ഇരിക്കുമ്പോൾ വാങ്ങുക, പക്ഷേ വാങ്ങത്തേ ഇല്ല. എൻ്റെ അമ്മ ഇങ്ങനെയുള്ള ഐറ്റംസിനെല്ലാം വിരോധിയാണ്, അതൊന്നും കഴിക്കത്തില്ല, വാങ്ങത്തില്ല, ആരെയും കൊണ്ട് തീറ്റിക്കത്തില്ല. അപ്പം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നപ്പം ഇതൊന്നും വാങ്ങിയിട്ടില്ല, വെച്ചിട്ടില്ല. അത് കാരണമാണ് ഇത് വെച്ചിട്ടില്ലാത്തത്. പക്ഷേ ഇവിടെ വന്നപ്പം അത് ഇടയ്ക്കൊക്കെ വാങ്ങാറുണ്ട്, നമ്മൾ വെക്കാറുണ്ട്, കഴിക്കാറുണ്ട്. ഇപ്പോൾ കൊതി മാറി, നമുക്ക് കിട്ടാതിരിക്കുന്ന സാധനത്തിനോടാണല്ലോ കൊതി കൂടുതൽ. ഇപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കഴിക്കാൻ കൊതിയൊന്നുമില്ല, പക്ഷേ ആഗ്രഹിക്കും തോന്നുമ്പോഴൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് ഇപ്പോൾ. പക്ഷേ എൻ്റെ അനിയത്തി ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്, അവർക്ക് ഇപ്പോഴും ഇത് കിട്ടാറില്ല, എന്ത് ചെയ്യാം. പക്ഷേ ഓൾറെഡി സമയമായപ്പോഴത്തേനും ഞാൻ പോയി, അത് കഴിഞ്ഞ് ബാക്കി ഇത് റെഡിയാക്കി എടുത്ത അമ്മയാണ്. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ഫൈനൽ കക്കയിറച്ചിയുടെ ഫൈനൽ രൂപം. ഇന്നലെ അത് കഴിക്കാൻ പറ്റിയില്ല, ഇന്ന് പിന്നെ അത് ചൂടാക്കി നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.